ഹലോ ഡിയർ ഫ്രണ്ട്സ്, നമുക്കൊരു ലഘുവായ ഗണിത ചോദ്യം പരിശോധിക്കാം. 5 into 5 minus 5 divided by 5 plus 5. ആദ്യം എല്ലാവരും വീഡിയോ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ട് ഒരു പേപ്പറിൽ ഇതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കണം. അതിനുശേഷം ഈ വീഡിയോയുടെ ബാക്കി ഭാഗം കണ്ടാൽ നന്നായിരിക്കും. കാരണം ശരിയേത് തെറ്റേത് എന്ന് സ്വന്തമായി ഒരു അപഗ്രഥനം നടത്താൻ അങ്ങനെ ചെയ്യുന്നതിലൂടെ സാധിക്കും. ഇത് മിക്കവാറും ആളുകൾ ഇങ്ങനെ ആയിരിക്കും ചെയ്തിരിക്കുന്നത്. 5 into 5 25 minus 5 divided by 5 plus 5. അപ്പോൾ 25 minus 5 20 divided by 5 plus 5. 20 divided by 5 20 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4 plus 5 equal to 9. പക്ഷേ ഇങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് തെറ്റാണ്. ഇങ്ങനെ അല്ല ചെയ്യേണ്ടത്. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ ഒരു ബോട്ട് മാസ് റൂൾ എന്ന് പറയുമല്ലോ, ബോട്ട് മാസ്. ഇവിടെ ബോട്ട് മാസിലുള്ളത് മുഴുവൻ കാര്യങ്ങളും ഈ ക്വസ്റ്റ്യനിലില്ല. ഇത് ബ്രാക്കറ്റ് ആണ്, ഇത് ഓഫ് അല്ലെങ്കിൽ ഓർഡർ എന്ന് പറയും. ഇത് ഡിവിഷൻ, ഹരണം, എം മൾട്ടിപ്ലിക്കേഷൻ, ഗുണനം, എ അഡിഷൻ അതായത് കൂട്ടുക, എസ് സബ്ട്രാക്ഷൻ കുറയ്ക്കുക. ഈ ക്രമത്തിലായിരിക്കണം ചെയ്യേണ്ടത്. ഇവിടെ ബി ബ്രാക്കറ്റ് ഇല്ല, ഓഫ് അല്ലെങ്കിൽ ഓർഡർ ഇല്ല. പിന്നെ ഉള്ളത് ഡിവിഷൻ ഉണ്ട്. ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡിഷൻ, സബ്ട്രാക്ഷൻ. ഈ ക്രമത്തിലാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം ഇതിനെ ഞാൻ ഒന്നുകൂടെ റീറൈറ്റ് ചെയ്യാം. 5 into 5 minus 5 divided by 5 plus 5. ഇവിടെ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഡിവിഷൻ ആദ്യം ചെയ്യണം, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും നമുക്ക് രണ്ട് സ്ഥലത്തായതുകൊണ്ട് ഒരുമിച്ച് ചെയ്യാം. 5 divided by 5 എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ്. ഇവിടുത്തെ മൈനസ് അതുപോലെ എഴുതുക. 5 into 5 എന്ന് പറയുന്നത് 25 ആണ്. ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്. ഡിവിഷൻ ചെയ്തു, മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു, അഡിഷൻ അതുപോലെ എഴുതി. 25 minus 1 എത്രയാണ്? 24. 24 plus 5 എത്രയാണ്? 29. ഇതാണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം. അല്ലാതെ എന്തല്ല, ഇതേ രീതിയിൽ കണ്ടുപിടിച്ച് 9 അല്ല എഴുതേണ്ടത്. അതായത് ഒരു അരികിൽ നിന്നേ ക്രിയ ചെയ്തല്ല പോകേണ്ടത്. ആദ്യം ഡിവിഷൻ ഉണ്ടെങ്കിൽ അത് ചെയ്യുക, മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അത് മാത്രം ചെയ്യുക, പിന്നെ അഡിഷൻ ചെയ്യുക, പിന്നെ സബ്ട്രാക്ഷൻ ചെയ്യുക. അവസാനമാണ് നമ്മൾ സബ്ട്രാക്ഷൻ ചെയ്യുന്നത്. ആ ക്രമത്തിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഇതേ രീതിയിലാണ് ഉത്തരം കിട്ടുന്നത്. ഇതാണ് ശരി.